മണലൂരിലെ കിറ്റ് വിവാദത്തിൽ ഇപ്പോൾ ഗോഡൌൺ ഉടമയെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥരുടെ പരിശോധന തുടരുകയാണ്. എം എസ് ലിഷോയ് വിവരങ്ങളുമായി തുടരുന്നുണ്ട്. ലിഷോയ്, കൂടുതൽ കസ്റ്റഡിയിലെടുക്കലിന്, അറസ്റ്റിന് സാധ്യതയുണ്ടോ? അതായത് നിലവിൽ ഈ കിറ്റുകൾ ഉണ്ട് എന്നുള്ള കാര്യം വ്യക്തമായിട്ടുണ്ട്. അത് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഇപ്പോൾ വാഹനം എത്തിച്ചിരിക്കുകയാണ്. അതായത് കസ്റ്റഡിയിൽ എടുത്ത് കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് ഈ വാഹനം ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത്. നേരത്തെ ഗോഡൌൺ നടത്തിപ്പുകാരനെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു. അതുപോലെ തന്നെ ഈ ഓർഡറുകൾ നൽകിയ വ്യക്തിയെയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അതിന് പുറമെയാണ് ഇപ്പോൾ ഈ കിറ്റുകൾ ഇവിടെ നിന്നും കൊണ്ടുപോകുന്നതിന് വേണ്ടി ഇത്തരത്തിൽ ഇതൊരു വിവാദ വിഷയമായ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ കിറ്റുകൾ ഇവിടെ നിന്നും കൊണ്ടുപോകുന്നത്. നേരത്തെ ഇതെല്ലാം തന്നെ, അതായത് ഈ വിഷയങ്ങളൊക്കെ തന്നെ പരിശോധിക്കുന്നതിന് വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ അകത്തേക്ക് കടക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കടന്നതിന് ശേഷം അവിടെ അകത്ത് പരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷമാണ് ഇനിയിപ്പോൾ ഇവിടെ നിന്നും ഈ കിറ്റുകൾ ഇവിടെ നിന്നും കൊണ്ടുപോകുന്നത്. എന്തായാലും വലിയ ഒരു സംഘർഷ സാധ്യത ഈ ഒരു സ്ഥലത്ത് നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു സമയത്ത് ഇത്തരത്തിൽ ഈ സംഘർഷ സാധ്യത ഉണ്ടായ സമയത്ത് രണ്ട് വിഭാഗങ്ങളും ചേരിതിരിഞ്ഞ് ഇത്തരത്തിൽ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നേരത്തെ ടി എൻ പ്രതാപൻ ഉൾപ്പെടെ അതുപോലെ തന്നെ BJP നേതാക്കൾക്കുൾപ്പെടെ ഉന്തും തള്ളിലും ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്തൊക്കെ തന്നെ പോലീസ് ഇവിടെ ഇടപെടുകയും പിന്നീട് പ്രവർത്തകരെ ശാന്തരാക്കുകയും ചെയ്തു. ഇപ്പോൾ നിലവിൽ ഈ ഗോഡൌൺ ഉടമയാണ്, പ്രവീണിനെയാണ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. നേരത്തെ ഇത് ഓർഡർ ചെയ്ത വ്യക്തിയെ കസ്റ്റഡിയിൽ എടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് എല്ലാ കൊല്ലം വിഷുവിനും ഇത്തരത്തിൽ തങ്ങൾ ഇതൊക്കെ തന്നെ, ഇത്തരത്തിലുള്ള കിറ്റുകളൊക്കെ തന്നെ ഈ വിതരണം ചെയ്യുന്നതിന് വേണ്ടി ഓർഡർ നൽകാറുള്ളതാണ്. അങ്ങനെയെങ്കിൽ ആ ഓർഡർ പരിശോധിക്കണം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പോലീസ് പരിശോധിക്കുന്നത്. കഴിഞ്ഞ തവണത്തെ അത്തരത്തിലുള്ള ഓർഡറുകൾ ഏതെങ്കിലും ഉണ്ടോ എന്ന് അത് പരിശോധിക്കും. ആ ഓർഡറുകൾ ഉണ്ടെങ്കിൽ അത് പരിശോധിച്ച ശേഷം ഇത്തരത്തിൽ പരിശോധിച്ച ശേഷമായിരിക്കും തുടർ നടപടികൾ എന്തായാലും സ്വീകരിക്കുക. നിലവിൽ ഇതൊരു ഈ പരാതി ഉയർന്ന സാഹചര്യത്തിൽ ഇവ കസ്റ്റഡിയിൽ എടുക്കുക എന്നുള്ളൊരു നടപടിയാണ് ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തു നിന്നും നടക്കുന്നത്. പോലീസിന്റെ സഹായത്തോടു കൂടി ഇത് നടപടി അതായത് ഈ കസ്റ്റഡിയിൽ എടുക്കുന്ന നടപടി പുരോഗമിക്കുന്നു. അതിനുശേഷമായിരിക്കും തുടർ നടപടികൾ എന്തായാലും സ്വീകരിക്കുക. നിലവിൽ ഇപ്പോഴും ഈ പ്രവർത്തകർ ഇവിടെ നിൽക്കുന്നുണ്ട്. മാത്രമല്ല നടൻ ദേവൻ ഉൾപ്പെടെയുള്ള BJP നേതാക്കളും മുകളിലുണ്ട്. ഈ ഗോഡൌണിനോട് തൊട്ട് ചേർന്നുകൊണ്ട് തന്നെയാണ് ഒരു വീടുള്ളത്. ആ വീടിൻ്റെ, ഈ ഉടമയുടെ വീട് തന്നെയാണ്. ആ വീടിനകത്താണ് നിലവിൽ ഈ പ്രവർത്തകർ, അതായത് ഈ നേതാക്കൾ രണ്ടുപേരും ഉള്ളത്. ആ നേതാക്കളെ അവിടെ നിന്നും പുറത്ത് അവർ നേരത്തെ ഇറങ്ങിയ സമയത്ത് വലിയൊരു സംഘർഷ അന്തരീക്ഷമൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ തന്നെ ഇപ്പോൾ മാറുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഇവർ പുറത്തിറങ്ങുമ്പോൾ അവരെ സ്വീകരിച്ച ശേഷം അവരെ ഇവിടെ നിന്ന് കൊണ്ടുപോകും എന്നുള്ളതാണ് BJP പ്രവർത്തകർ പറയുന്നത്. മറ്റ് സംഘർഷ സാധ്യതയൊന്നും തന്നെ നിലവിൽ ഇവിടെയില്ല. പക്ഷേ ഇരുവിഭാഗം ആളുകൾ നിൽക്കുന്നതിനാൽ തന്നെ ഏത് സമയത്തും അതൊരു വാഗ്വാദത്തിലേക്കും ഇത്തരത്തിൽ സംഘർഷ സാധ്യതയിലേക്കും ഒക്കെ തന്നെ പോകാം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കേന്ദ്രസേനയെ ഉൾപ്പെടെ ഇങ്ങോട്ടേക്ക് വിന്യസിച്ചിട്ടുണ്ട്. ഇപ്പോൾ കൂടുതൽ കേന്ദ്രസേനാ അംഗങ്ങൾ ഉൾപ്പെടെ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. തോക്കേന്ത്യ കേന്ദ്രസേനാംഗങ്ങൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. വലിയൊരു സംഘർഷ സാധ്യത ഉണ്ടെങ്കിൽ അതിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഇത്തരത്തിൽ സേനാംഗങ്ങളെ ഇങ്ങോട്ടേക്ക് എത്തിച്ചിട്ടും ഉള്ളത്. കേന്ദ്രസേനാംഗങ്ങൾ കൂടി വാടാനപ്പള്ളിയിലേക്ക് എത്തുകയാണ്. ഒരു സംഘർഷാന്തരീക്ഷം നേരത്തെ മുതൽ അവിടെയുണ്ട്. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ കൂടുതൽ പോലീസിനെ വിന്യസിക്കുന്നതിന്റെ ഭാഗമായി കേന്ദ്ര സേനാംഗങ്ങൾ കൂടി അവിടേക്ക് എത്തിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി പ്രത്യേകമായി നിയോഗിക്കപ്പെട്ട കേന്ദ്ര സേനാംഗങ്ങളാണ് വാടാനപ്പള്ളിയിലെ ഗോഡൌണിന് സമീപത്തേക്ക് എത്തിയിരിക്കുന്നത്. ഗോഡൌൺ ഉടമയെ കസ്റ്റഡിയിലെടുത്തു എന്നതാണ് അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ പ്രധാനപ്പെട്ട വിവരം. കിറ്റുണ്ട് എന്ന കാര്യം സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. കിറ്റ് തയ്യാറാക്കുകയായിരുന്നു. കിറ്റ് വിഷുവിന് വിതരണം ചെയ്യാൻ വേണ്ടി, സാധാരണ പതിവുള്ളതാണ്, വിഷുവിനിങ്ങനെ കിറ്റ് വിതരണം ചെയ്യാറുണ്ട്. അതിനുവേണ്ടി ഓർഡർ നൽകിയതാണ് എന്ന് ഒരാൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. കിറ്റിന് ഓർഡർ ചെയ്തയാൾ മൊഴി നൽകിയിട്ടുണ്ട് എന്ന വിവരം ഉൾപ്പെടെ വരുന്നുണ്ട്. അതിനിടയിലാണ് ഗോഡൌൺ ഉടമയെ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോയത്. ദേവൻ ഉൾപ്പെടെ BJP നേതാക്കൾ ഗോഡൌണിന് ഉള്ളിലുണ്ട്. അവരെ പുറത്തേക്ക് ഇറക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധമുണ്ടാകുമോ എന്ന സംശയം നിലനിൽക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് കൂടുതൽ പോലീസ് അവിടേക്ക് എത്തുന്നത്. കേന്ദ്ര സേനാംഗങ്ങളാണ് ഇപ്പോൾ എത്തിയത്. രാവിലെ LDF സ്ഥാനാർത്ഥി C രവീന്ദ്രനാഥും UDF സ്ഥാനാർത്ഥി TN പ്രതാപനും സ്ഥലത്തേക്ക് എത്തിയിരുന്നു. BJP വോട്ടുകൾ അനുകൂലമാക്കാൻ കിറ്റ് വിതരണം ചെയ്യുന്നു. അത് തൃശ്ശൂരിൽ ഉണ്ടായിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ മണലൂർ മണ്ഡലത്തിലെ വാടാനപ്പള്ളിയിലും നടപ്പാക്കാൻ ശ്രമിച്ചത് എന്ന ആരോപണമാണ് UDF LDF നേതാക്കൾ ഉന്നയിക്കുന്നത്. ഇപ്പോൾ കിറ്റുകൾ പുറത്തേക്ക് മാറ്റുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ അവിടെയുണ്ട്. ലിഷോയ്, കിറ്റുകൾ കൊണ്ടുപോവുകയാണോ?
കിറ്റുകൾ വാഹനത്തിനകത്തേക്ക് ഈ സാധനങ്ങളൊക്കെ തന്നെ കയറ്റുകയാണ്. ഈ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം ഇപ്പോൾ ഒരു വാഹനം ഇങ്ങോട്ടേക്ക് എത്തിച്ചിട്ടുണ്ട്. അതിലേക്ക് സാധന സാമഗ്രികളൊക്കെ തന്നെ എന്തായാലും ഇവിടെ നിന്ന് കയറ്റി കൊണ്ടുപോവുകയാണ്. ഇനിയിപ്പോൾ കൂടുതൽ വിശദമായ അന്വേഷണങ്ങൾക്കും പരിശോധനകൾക്കും ശേഷമൊക്കെ ആയിരിക്കും അവ എന്തായാലും എന്താണ് ഇത് ഈ കിറ്റുകൾ തന്നെയാണോ, അതായത് കിറ്റുകൾ നൽകുന്നതിന് വേണ്ടി ഇത്തരത്തിൽ വോട്ടർമാർക്ക് നൽകുന്നതിന് വേണ്ടി തന്നെയാണോ ഇതൊക്കെ തന്നെ ഒരുക്കിയിരുന്നതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കണം. ആ പരിശോധിച്ചതിന് ശേഷം മാത്രമായിരിക്കും അതിലൊരു തീരുമാനം എടുക്കുകയും ചെയ്യുക. എന്തായാലും ഇപ്പോൾ നിലവിൽ ഈ കിറ്റുകൾ ഇവിടെ നിന്നും മാറ്റുക എന്ന ഒരു നടപടിക്രമമാണ് എന്തായാലും നടക്കുന്നത്. ഇവിടെ ഈ വലിയ തോതിൽ പ്രവർത്തകർ ഇവിടെ കൂട്ടം കൂടിയിട്ടുണ്ട്. എന്തായാലും അവരെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി നമുക്ക് കാണാൻ സാധിക്കും സേനാംഗങ്ങൾ ഉൾപ്പെടെ, കേന്ദ്ര സേനാംഗങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ ചെയ്യുന്നത് കോൺഗ്രസ് പ്രവർത്തകരെ ഒരു ഭാഗത്തേക്കും BJP പ്രവർത്തകരെ മറുഭാഗത്തേക്കും ഇപ്പോൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതിന് നടുക്ക് പോലീസും അതുപോലെ തന്നെ കേന്ദ്ര സേനാ അംഗങ്ങളും നിന്നുകൊണ്ട് അവരെ നിയന്ത്രിക്കുകയാണ് ചെയ്യുന്നത്. കാരണം വലിയൊരു സംഘർഷ സാധ്യത ഉണ്ടാവുകയാണെങ്കിൽ അതിനെ ചെറുക്കുന്നതിന് വേണ്ടിയാണ് ഇതൊക്കെ തന്നെ ചെയ്യുന്നത്. എന്തായാലും ഈ കിറ്റുകൾ പുറത്തേക്ക് എടുക്കുമ്പോൾ അത് വൈകാരികമായൊരു പ്രതികരണങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. കാരണം ഈ കിറ്റുകൾ അവിടെ തടഞ്ഞു വെക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് UDF പ്രവർത്തകർ ഇവിടെ എത്തിയത് കൊണ്ടാണ്. അഥവാ ഇനിയിപ്പോൾ അത്തരത്തിൽ ഈ കിറ്റുകൾ ഇവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് UDF പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും അത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രകോപനം ഉണ്ടാവുകയാണെങ്കിൽ അതിനെ ചെറുക്കാനായി തക്ക BJP NDA പ്രവർത്തകരും ഇവിടെയുണ്ട്. അങ്ങനെയുള്ളൊരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അത് പക്ഷേ പോലീസിന് നിയന്ത്രിക്കാൻ കഴിയാത്തൊരവസ്ഥ വരും. അങ്ങനെയുള്ള സമയത്താണ് ഇപ്പോൾ കേന്ദ്ര സേനയെ ഇങ്ങോട്ടേക്ക് വിന്യസിച്ചിരിക്കുന്നത്. അങ്ങനെ കടുത്ത ഒരു നടപടികൾ ആവശ്യമാണെങ്കിൽ അത് നേരിടാൻ തക്ക ഒരു പോലീസ് അംഗങ്ങളെ, സേനാംഗങ്ങളെയൊക്കെ തന്നെ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. നേരത്തെ നമ്മൾ ഈ വന്ന സമയത്ത് ഈ കയ്യേറ്റ ശ്രമമൊക്കെ തന്നെ ഉണ്ടായിരുന്നു. TN പ്രതാപനെതിരെയൊക്കെ തന്നെ കയ്യേറ്റ ശ്രമമൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അതൊക്കെ തന്നെ നടന്നത് ആ ഒരു സമയത്ത് ആവശ്യത്തിന് പോലീസ് സേനാംഗങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നില്ല. ആ പോലീസ് കൂടുതലായി, പ്രവർത്തകർ പോലീസിനേക്കാൾ കൂടുതലായി ഇവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസിനെ നിയന്ത്രിക്കാൻ അത് വളരെയേറെ പാടുപെടേണ്ടി വന്നു. അങ്ങനെയുള്ളൊരു സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഇത്തരത്തിൽ കൂടുതൽ അംഗങ്ങളെ എത്തിച്ചിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. ഇപ്പോൾ ഈ കാണുന്ന വാഹനത്തിനകത്തേക്ക് ഈ സാധനങ്ങൾ മുഴുവൻ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് ഈ സാധന സാമഗ്രികളൊക്കെ തന്നെ ഇപ്പോൾ ഈ ഗോഡൌണിനകത്ത് നിന്നും കയറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇത് ഇവിടെ നിന്ന് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോവുകയാണ് പ്രധാനമായും ചെയ്യുക. ഗോഡൌൺ ഉടമയെ കൂടി കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഗോഡൌൺ ഉടമ നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. അല്പസമയം മുമ്പ് ഗോഡൌൺ ഉടമ പ്രവീണിനെയാണ് ഇവിടെ നിന്ന് കൊണ്ടുപോയത്. എന്തായാലും ഇത് ഗോഡൌൺ ഉടമയെയും അതുപോലെ തന്നെ ഓർഡർ നൽകിയ ആളെയും നിലവിൽ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ വീടിനകത്തുള്ളത്, ഈ ഗോഡൌണിനോട് ചേർന്നുള്ള വീട്, ആ വീടിനകത്തുള്ളത് നടൻ ദേവനും ബഗീഷ് പുരാണൻ എന്ന് പറയുന്ന BJPയുടെ പ്രാദേശിക നേതാവുമാണ്. ശരി, MS ലിഷോയാണ് വിശദമായ സംഭവ സ്ഥലത്ത് നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.